Hello my dear students, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് CSET May 2025 എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ പല സ്റ്റുഡൻസും മെസ്സേജ് അയക്കുന്ന ചോദ്യമാണ്, സാറേ നമുക്ക് ഈ പാസ്റ്റ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എവിടെ കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ MCQs നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും എന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ചെറിയൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഞാൻ 2-3 വെബ്സൈറ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ അവിടെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ലൈവായിട്ട് എഴുതാൻ പറ്റുന്നതും അതേപോലെ തന്നെ PDF രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടും. അതപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ICSEയുടെ വെബ്സൈറ്റിൽ പോകുന്നു. അതിൻ്റെ നമ്മൾ അല്ലെങ്കിൽ ജസ്റ്റ് CSET മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജ് വരും. ഡയറക്റ്റായിട്ട് നിങ്ങൾ CSET മോക്ക് ടെസ്റ്റ് എന്നൊരു പേജിലേക്ക് നിങ്ങൾ നാവിഗേറ്റ് ആകും. അപ്പോൾ ഇവിടെ ചെന്നിട്ട് നിങ്ങൾ എന്താണ് നേട്ടം, ICSI മോക്ക് ടെസ്റ്റ് 1, 2, 3, അതിനുശേഷം CSET മോക്ക് ടെസ്റ്റ് സെറ്റ് 1, 2, 3 അങ്ങനെ 5 വരെയുണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ എക്സാമിനേഷൻ ആൾറെഡി നടന്ന എക്സാമിനേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് അറേഞ്ച് ചെയ്ത് നൽകിയിട്ടുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റും. കണ്ടെത്തിയിട്ട് അതിൻ്റെ ആൻസേഴ്സ് നൽകിയിട്ടുണ്ട്. പക്ഷേ കറണ്ട് അഫയേഴ്സിന് മാത്രം ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്യുക. കാരണം കുറച്ച് പഴയതായിരിക്കും. ഇത്രേ കിട്ടത്തുള്ളൂ. നിങ്ങൾ 2020 തുടങ്ങിയതെങ്കിൽ പോലും അപ്പോൾ എത്ര അറ്റംപ്റ്റിൻ്റെ ആൻസർ ഷീറ്റ് കാണണം, അത്രയൊന്നും കൊടുത്തിട്ടില്ല. അവർ ബേസിക്കലി ഇത്ര മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ സെപ്പറേറ്റ്ലി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അല്ല, ഇങ്ങനത്തെ ഒരു 3-4 കാര്യങ്ങളുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ലൈവായിട്ട് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, കാൻഡിഡേറ്റ് ലോഗിൻ, യൂസർ ഐ ഡി നിങ്ങളുടെ യൂസർ ഐ ഡി തന്നെയായിരിക്കും. പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ലോഗിൻ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ടാണ് നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ CSETയിൽ എക്സാമിനേഷൻ എഴുതുന്നത് അതേപോലെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ മെജോറിറ്റി സ്റ്റുഡൻസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇതിനെക്കുറിച്ച് എക്സാം ഹാളിൽ ചെന്ന് കഴിയുമ്പോൾ വലിയ കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് അറിയത്തുണ്ടാകില്ല. അതായത് പ്രാക്ടീസ് ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാകുന്നത്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലോഗിൻ ക്രെഡൻഷ്യൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി അതൊരു കോൺസെപ്റ്റാണ്. രണ്ടാമത് നമ്മൾ നോക്കുന്നത് CSET ബുള്ളറ്റിൻ എന്നൊരു സംഭവമുണ്ട്. ഇവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും. CSET ബുള്ളറ്റിൻ എന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് വരും. ഇത് പാസ്റ്റ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് നിങ്ങളുടെ എക്സാമിനേഷൻ മെയിലാണെങ്കിൽ ഏപ്രിൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആകും. ഓർത്ത് വെക്കുക, നിങ്ങളുടെ എക്സാമിനേഷൻ മെയിലാണെങ്കിൽ ഏപ്രിൽ വരെയുള്ള എല്ലാ അമെൻമെൻറ്റ്സ് നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആകും. അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഫെബ്രുവരി മാർച്ചിലെ കമ്പനിക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാ കഥകളും വായിച്ച് നിങ്ങൾ പോകുമൊന്നും വേണ്ട. അവസാനം നിങ്ങൾക്ക് കുറച്ച് MCQs നൽകിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും നിങ്ങൾ ഒന്ന് വർക്കൗട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ചാപ്റ്റർ വൈസ് ആണ്, ഒരു 5-6 ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ടാവത്തുള്ളൂ. 5 ക്വസ്റ്റ്യൻസ് ഒക്കെ. എസ്പെഷ്യലി നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ കുറച്ചും കൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ചേഞ്ചസ് എല്ലാം അവിടെ ആഡ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് CSET ബുള്ളറ്റിൽ സെർച്ച് ചെയ്യുക. എന്നിട്ട് ഓരോരോ ഇതിലേക്ക് പോവുക. ഒരുപാട് പഴയത് പോകേണ്ട ആവശ്യമില്ല. ഒരുപാട് പഴയത് പോയി കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും കേട്ടോ. ഇത്രയും പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാകും. ഇതിൻ്റെ പല ക്വസ്റ്റ്യൻസും നമ്മളുടെ ഈ പറഞ്ഞ ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞ ടെസ്റ്റിലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ സാധിക്കും അവിടെ തന്നെ. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഗ്രേറ്റ് എന്നാലും പറയുന്നു. ഓക്കെ, ക്ലിയർ. ഇനി ഒരു ഓപ്ഷൻ ഉള്ളത് നമ്മൾ തന്നെ ഒരു വെബ്സൈറ്റ് ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ കുറച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് അത് എന്താണെന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. bintomlearning.com പോയിട്ട് CSET സെക്ഷൻസിൽ വരുമ്പോൾ ഫ്രീ മോക്ക് ടെസ്റ്റ് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് എക്സാമിനേഷൻ എഴുതാൻ പറ്റും. അതിനുശേഷം നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എൻ്റർ ചെയ്യുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്ത് വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ 3 മെത്തഡിലൂടെ എങ്ങനെ നമുക്ക് പാസ്റ്റ് ഇയേഴ്സിൻ്റെ അല്ലെങ്കിൽ കൂടുതൽ MCQ കണ്ടെത്താൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പറഞ്ഞാൽ നമ്മൾ CS കുറിച്ച് മലയാളത്തിലാണ് നമ്മൾ ഡീറ്റെയിൽസ് അടക്കം നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീക്ക്ലി 1 or 2 നിങ്ങൾക്ക് CS സംബന്ധമായിട്ടുള്ള വീഡിയോസും ക്ലാസ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ താങ്ക് യു സോ മച്ച്.